ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ബൊമ്പലോണിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ 500 ഗ്രാം ഓൾ പർപ്പസ് ഫ്ലോർ, 500 ഗ്രാം ബ്രെഡ് ഫ്ലോർ, ഇത് രണ്ടും രണ്ടാണ്, നമുക്ക് ഷോപ്പിൽ വേറെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ നമ്മൾ ബട്ടർ എടുത്തിട്ടുണ്ട്, അത് റൂം ടെമ്പറേച്ചർ ആയിരിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഷുഗർ, ഇതിപ്പോൾ 200 ഗ്രാം ഷുഗറുണ്ട്, 3 ലാർജ് എഗ്ഗുണ്ട്, പിന്നെ ഈസ്റ്റ് അതിപ്പോൾ 20 ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്ലോറിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോണേ. പിന്നെ അത് 200 ml മിൽക്ക്, 200 ml വാട്ടർ, പിന്നെ കുറച്ച് വെള്ളം നമുക്ക് അത് കുറച്ച് എക്സ്ട്രാ എടുത്ത് വെക്കണം, ഇൻ കേസ് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ ഈ വാട്ടറും ബട്ടറും നമ്മളങ്ങോട്ട് മാറ്റി വെക്കുകയാണേ, നമ്മൾ ലാസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകണേ കേട്ടോ. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഈ മിൽക്കും വാട്ടറും കോൾഡ് ആയത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ബട്ടർ കുറച്ച് സമയം എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് റൂം ടെമ്പറേച്ചർ ആയിക്കോട്ടെ. ഇതെല്ലാം കൂടെ നമുക്കങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഒരടപ്പ് വാനില എസൻസും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ വലിയ ബീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഹാൻഡ് ബീറ്റർ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും ലോ സ്പീഡിലിട്ട് വേണം നമ്മൾ ബീറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മൾ ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ആ ബട്ടറും ബാക്കി എടുത്ത് വെച്ച വെള്ളമില്ല, അതും കൂടെ കുറേശ്ശെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റ് ഈ ഒരു സ്റ്റിക്കിനെസ് ആണ് നമുക്ക് വേണ്ടത്. വല്ലാണ്ട് ടൈറ്റായിട്ടോ അല്ലെങ്കിൽ ലൂസായിട്ടോ പോകാൻ പാടില്ല കേട്ടോ. നിങ്ങളിതിങ്ങനെ കയ്യിൽ കുറച്ച് മാവ് എടുത്തിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ നമ്മളെപ്പോഴും വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിച്ച് വേണം ഒഴിക്കാൻ. ഒത്തിരി വെള്ളം ആദ്യമേ തന്നെ ഒഴിച്ച് കഴിഞ്ഞാൽ അത് പാകമായിട്ട് കിട്ടില്ല കേട്ടോ. ഇതിന് കുറേശ്ശെ പൊടിയും കൂടെ നമുക്ക് ഇട്ടിട്ട് അതിനെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അത് കണ്ടത് ഇപ്പോൾ സ്ട്രെച്ച് ചെയ്ത് വരുന്നത് കണ്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ബട്ടർ പേപ്പറില്ലേ ചെറിയ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കണേ. ഇനി ഈ മാവിന് നമുക്കൊരു കട്ടറോ അല്ലെങ്കിൽ ഒരു നൈഫ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ചെറിയ ചെറിയ പോർഷൻസ് ആക്കി എടുക്കാം. ഇപ്പോൾ ഈ ഒരു 1 kg ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ട് നമുക്കൊരു 40 ബൊമ്പലോണിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഇതിനെ നമുക്ക് മാവ് കുറേശ്ശെ ഒന്ന് പുരട്ടി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ റൗണ്ടായിട്ട് കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഒന്ന് റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതങ്ങനെ കിട്ടുവേ. അപ്പോൾ നിങ്ങൾ റോൾ ചെയ്ത് അതിനൊരു ട്രേയിലേക്ക് വെക്കുമ്പോൾ തന്നെ ഒരു ക്ലിയർ റാപ്പ് എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്ത് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോവേ. അപ്പോൾ ഒത്തിരി സമയമൊന്നും റേസ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 15 മിനിറ്റ്സ് മാറ്റി വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് അതിനെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾ ആ ഓയിലൊന്ന് ചൂടാവാനായിട്ട് വെക്കുകയാണെങ്കിൽ ഇത് റെഡിയായി വരുമ്പോഴേക്കും ഓയിൽ കറക്റ്റായിട്ട് ചൂടായിട്ടുണ്ടാവും കേട്ടോ. ഇനി ചൂടായ ഓയിലിലേക്ക് നമുക്ക് ഓരോരോ ബൊമ്പലോണീസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ബട്ടർ പേപ്പർ നമ്മൾ അങ്ങനെ തന്നെ അങ്ങ് ഇടുകയാണ് കേട്ടോ. ഇനി വൺസ് ഇതൊന്ന് ബോയിൽ ആവാൻ തുടങ്ങുമ്പോൾ ആ പേപ്പറിൽ നിന്ന് അതിങ്ങനെ വിട്ട് വരാൻ തുടങ്ങും. ആ സമയത്ത് ഒരു സിസേഴ്സ് എന്തെങ്കിലും വെച്ചിട്ട് ആ പേപ്പർ നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് മാറ്റാവേ. അപ്പോൾ ഉടനെ തന്നെ ഇത് ഫ്ലിപ്പ് ചെയ്യാൻ പാടില്ല. വൺ സൈഡ് ഒന്ന് കുക്കായി വരണവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമുക്കത് ഫ്ലഫി ആയിട്ട് കിട്ടില്ലേ, അതങ്ങ് വല്ലാണ്ട് ചുങ്ങിപ്പോവും. അപ്പോൾ നമുക്ക് ഇത് കുക്കായോ എന്ന് അറിയാനായിട്ട് അത് ചെറിയൊരു ഗോൾഡൻ കളറായി തുടങ്ങി, ആ സമയത്ത് അങ്ങ് ഫ്ലിപ്പ് ചെയ്താൽ മതി കേട്ടോ. ഈ ബോംബലോണീസിൽ കോട്ട് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ഷുഗർ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കിത് ഓരോന്നോരോന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കോരിയെടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഷുഗറിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ബോംബലോണീസിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെ ഒരു വൈറ്റ് ലൈൻ വന്നേക്കുന്നുണ്ട് രണ്ട് സൈഡിൻ്റെ നടുക്കായിട്ട്. അതാണ് കേട്ടോ അതിൻ്റെ പെർഫെക്ഷൻ. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ വരും കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഷുഗറിൽ റോൾ ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫില്ലിംഗ് വേണേലും വെക്കാം കേട്ടോ. ഇപ്പോൾ ലോട്ടസിൻ്റെ ബിസ്കോഫോ അല്ലെങ്കിൽ ന്യൂട്ടല്ലയോ അല്ലെങ്കിൽ ചോക്ലേറ്റോ പിസ്താഷ്യോ എന്ത് വേണം വെക്കാം. ഇപ്പോൾ ഞാൻ ന്യൂട്ടല്ലയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് നല്ല സെറ്റായിട്ട് കിട്ടും, വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. താങ്ക്